നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ കേരള നിയമസഭയെ വീണ്ടും പ്രക്ഷുബ്ധമാക്കിയിരിക്കുകയാണ്. സർക്കാരും പ്രതിപക്ഷവും തമ്മിലുള്ള വാക്പോര് തെരുവിലേക്കും സഭയ്ക്കകത്തേക്കും ഒരുപോലെ പടരുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. സ്വർണ്ണ കവർച്ചയിൽ സർക്കാരിൻ്റെ ഒത്തുകളി ഓരോന്നായിട്ട് പുറത്തു വരികയാണെന്നും ഭക്തജനങ്ങളെ വഞ്ചിക്കുന്ന നിലപാടാണ് ദേവസ്വം വകുപ്പ് സ്വീകരിക്കുന്നതെന്നും പ്രതിപക്ഷം ആരോപിച്ചു. അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന ദേവസ്വം മന്ത്രി രാജിവെക്കാതെ സഭാ നടപടികളുമായിട്ട് സഹകരിക്കില്ലെന്ന കർക്കശമായ നിലപാടിലായിരുന്നു UDF അംഗങ്ങൾ. സഭയുടെ നടുക്കളത്തിലിറങ്ങി ബാനറുകളും പ്ലക്കാർഡുകളും ഒക്കെ തന്നെ ഉയർത്തി പ്രതിപക്ഷം പ്രതിഷേധിച്ചതോടെ ചോദ്യോത്തരവേള പലതവണ തടസ്സപ്പെടുകയും ഒടുവിൽ റദ്ദാക്കേണ്ടി വരികയും ചെയ്തു. പ്രതിപക്ഷത്തിന് വേണ്ടി സംസാരിച്ച കെ ബാബു MLA സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. ശബരിമലയിലെ യുവതി പ്രവേശന വിഷയത്തിൽ സർക്കാരിനോട് സഹകരിക്കാതിരുന്ന ശബരിമല തന്ത്രിയോടുള്ള പകപോക്കലാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തന്ത്രിയെ 40 ദിവസം ജയിലിൽ അടച്ച നടപടി ക്രൂരമാണെന്നും വിശ്വാസികളോട് ഇതിന് സർക്കാർ മറുപടി പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തന്ത്രിയുടെ വക്കാലത്ത് ഏറ്റെടുത്തുവെന്ന് പരിഹസിക്കുന്ന മന്ത്രിമാർ കോടതിയുടെ നിരീക്ഷണങ്ങൾ കാണാതിരിക്കുകയാണെന്നും അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാട്ടി. സർക്കാരിൻ്റെ ബോധപൂർവമായിട്ടുള്ള വീഴ്ചകൾ കാരണമാണ് സ്വർണ്ണക്കൊള്ളയിലെ യഥാർത്ഥ പ്രതികൾ നിഷ്പ്രയാസം നിയമത്തിൻ്റെ വലയിൽ നിന്ന് രക്ഷപ്പെടുന്നതെന്നും അദ്ദേഹം സഭയിൽ വാദിച്ചു. അന്വേഷണ ഏജൻസിയായിട്ടുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ കോടതി നടത്തിയ പരാമർശങ്ങൾ പ്രതിപക്ഷം സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. കൊല്ലം വിജിലൻസ് കോടതിയുടെ നിരീക്ഷണ പ്രകാരം പ്രതികൾക്കെതിരെ വ്യക്തമായ തെളിവുകൾ ഹാജരാക്കുന്നതിൽ അന്വേഷണ സംഘം പരാജയപ്പെട്ടിരിക്കുകയാണ്. തെളിവുകളുടെ ഒരു കണിക പോലും ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല എന്ന കോടതിയുടെ വാചകം ഉദ്ധരിച്ചുകൊണ്ട് അന്വേഷണം അട്ടിമറിക്കാനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസും സർക്കാരും ശ്രമിക്കുന്നതെന്നും കെ ബാബു ആരോപിച്ചു. തന്ത്രിക്ക് പ്രത്യേക പരിഗണന വേണമെന്നല്ല, മറിച്ച് കോടതി തന്നെ അദ്ദേഹത്തെ സ്വാഭാവിക ജാമ്യത്തിൽ വിട്ട സാഹചര്യത്തെയാണ് തങ്ങൾ ഉയർത്തിക്കാട്ടുന്നതെന്നും നിയമവിരുദ്ധമായ തടങ്കലുകൾ ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ ഭരണപക്ഷം ശക്തമായിട്ടുള്ള രീതിയിൽ രംഗത്തെത്തുകയുണ്ടായി. അഴിമതി ആരോപണങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് മന്ത്രി P. രാജീവ് ആരോപിച്ചു. അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് കോടതിയാണെന്നും അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ വലിച്ചിഴയ്ക്കുന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ ധൈര്യമില്ലാത്തവരാണ് വെറും ആരോപണങ്ങൾ ഉന്നയിച്ച് സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നതെന്നും അദ്ദേഹം പരിഹസിച്ചു. വയനാട് ദുരന്തം പോലുള്ള വികാരാധീനമായിട്ടുള്ള വിഷയങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള നീക്കമാണ് പ്രതിപക്ഷം നടത്തുന്നതെന്നും ഭരണപക്ഷം തിരിച്ചടിച്ചു. സഭയിലെ ചർച്ചകൾ ദേശീയ രാഷ്ട്രീയത്തിലേക്കും ഇപ്പോൾ വഴിമാറിയിരിക്കുകയാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പശ്ചിമബംഗാളിലെ ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിൽ CPM സ്ഥാനാർത്ഥിയായിരുന്ന നേതാവ് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന വാർത്ത അത് പ്രതിപക്ഷം ഉയർത്തിക്കാട്ടി. BJPയെ നേരിടാൻ CPMന് സാധിക്കില്ല എന്നതിൻ്റെ തെളിവാണെന്ന് UDF പരിഹസിച്ചപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ BJP പ്രവേശനം ചൂണ്ടിക്കാട്ടി ഭരണപക്ഷവും മറുപടി നൽകി. സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് അഴിമതിക്കാർ എങ്ങനെ കടന്നുകൂടി എന്നതിനെക്കുറിച്ച് പ്രതിപക്ഷം വിശദീകരിക്കണമെന്നും നിയമമന്ത്രി ആവശ്യപ്പെട്ടു. ഭരണപ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള വാഗ്വാദങ്ങൾ സഭയിൽ ബഹളമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു. പ്രതിഷേധം കനത്തതോടുകൂടി സഭയിൽ നിസ്സഹകരണം തുടരുമെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കി. ദേവസ്വം മന്ത്രിയുടെ രാജി എന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന ഭരണകൂടത്തിന് മുന്നിൽ മുട്ടുമടക്കില്ലെന്നും അവർ പ്രഖ്യാപിച്ചു. സഭയ്ക്കകത്തെ സമരം സഭയ്ക്ക് പുറത്തേക്കും വിശ്വാസികളിലേക്കും വ്യാപിപ്പിക്കാനാണ് UDFൻ്റെ തീരുമാനം. തുടർച്ചയായ ബഹളത്തെ തുടർന്ന് സഭാ നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കാതെ പിരിയുകയായിരുന്നു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും അതുമായി ബന്ധപ്പെട്ട അന്വേഷണ വീഴ്ചകളും വരും ദിവസങ്ങളിലും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുമെന്നാണ് ഇപ്പോൾ ഉറപ്പായിരിക്കുന്നത്.